ഹായ് ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് എൻ്റെ ചെടി മുരിങ്ങ ഇതിന് മുൻപ് ഒരു 3 മുരിങ്ങക്കായ നമുക്ക് ഉണ്ടായി കിട്ടി. ഇപ്പോൾ വീണ്ടും അതിനകത്ത് ഉണ്ടോ മുരിങ്ങ ഉണ്ടായി തുടങ്ങുന്നു. പിടിച്ച് കിട്ടുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ മുരിങ്ങയുടെ വിശേഷങ്ങൾ. പിന്നെ പയറൊക്കെ പഴയതെല്ലാം കളഞ്ഞ് പുതിയ പയർ തൈകളൊക്കെ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുകയാണ്. വെണ്ട വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷം നമുക്ക് വലിയ കൈതച്ചക്ക കിട്ടിയായിരുന്നു. അതിൻ്റെ ഒരു ചെടി വീണ്ടും നമ്മൾ പ്രോപ്പഗേറ്റ് ചെയ്യിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിറയെ അമരയുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്. അതായത് നമ്മൾ 2ാം വട്ടം വെച്ച് അമരയിൽ, അതായത് ഇത് നമ്മൾ തൈ മേടിച്ചതല്ല, വിത്തിട്ട് മുളപ്പിച്ചതാണ്. ഇട്ട വിത്തെല്ലാം മുളച്ച് കിട്ടി. അതുകൊണ്ട് ധാരാളം അമര. ഇപ്പം ഈ ടൈപ്പ് ഉണ്ടോ, ഈ അമര ഇങ്ങനെ വീതി കുറഞ്ഞ ടൈപ്പ് അമരയുണ്ട്. അതുപോലെ വീതിയുള്ള അമരയും ഇപ്പുറത്തുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ പാകമായതൊക്കെ ഞാനിന്ന് പറിച്ചെടുത്തു. അത് കാണിക്കാവേ, അത് പിന്നീട് കാണിക്കാം. ഇതാണ് വീതിയുള്ള അമര. ഇതിൽ നിന്ന് ഞാൻ ഇന്ന് കറിക്കുള്ളതെല്ലാം പറിച്ചെടുത്തു. അപ്പം വെണ്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ കവറുകളൊക്കെ കുറവായപ്പോൾ നമ്മൾ ഒരു കവറിൽ 2 വെണ്ട തൈയൊക്കെ വെച്ചിരിക്കുകയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്കത് കവറുകളും മണ്ണിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് നമ്മളത് 2 മാറ്റാൻ പറ്റുമെങ്കിൽ 2 കവറിലേക്ക് മാറ്റി നടും. പിന്നെ മുളകിൻ്റെ അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ്. നമ്മുടെ ഭാസ്കര മുളക് നിറഞ്ഞ് പൂത്ത് കായ്ച്ച് നമുക്കിഷ്ടം പോലെ മുളക് തന്ന തൈയാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് ഈൽഡിങ് കഴിഞ്ഞു. എന്നിരുന്നാലും അത് വീണ്ടും വലിച്ച് കളയാമെന്ന് വിചാരിക്കുമ്പോൾ അതിനകത്ത് വീണ്ടും മുളകുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ലാസ്റ്റ് വെച്ച ഭാസ്കരിയാണ്, ചെറിയ തൈയായിരുന്നതാണ്. അപ്പോൾ അതിലിപ്പം അത്യാവശ്യം കാ പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാന്താരി, വെള്ളക്കാന്താരിയാണിത്. ഇത് നിറയെ മുളകുണ്ട്. ഇത് വേറൊരു ടൈപ്പ് മുളക്. പിന്നെ വെണ്ടത്തൈ. ഇപ്പോൾ വെണ്ടത്തൈ ആദ്യം വെച്ച വെണ്ടയിൽ ഇത് നിൽക്കുന്നു, ഒരെണ്ണം കായ്ച്ച് വെക്കുന്നു. വഴുതിന, പുതിയ വെണ്ടത്തൈകൾ. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പ് താഴെ വീണതിനെ ഞാൻ മുളപ്പിക്കാൻ വെച്ചതാണ്. അപ്പോൾ അതിനകത്താണെങ്കിൽ നിറയെ പുല്ല് പിടിച്ചിരിക്കുകയാണ്. കൈ കൊണ്ട് ചെല്ലാനൊക്കത്തില്ല. എന്നാലും അത്യാവശ്യം ഉണ്ടായി കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ നീളൻ മുളക് കണ്ടോ. അപ്പോൾ മുളകൊക്കെ നമുക്ക് എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ മുളക് മേടിക്കേണ്ടി വരാറില്ല. അത്യാവശ്യം വെണ്ടയും വഴുതനയൊക്കെ എപ്പോഴും നമുക്കുണ്ട്. മഞ്ഞളുണ്ട്. പിന്നെ നമ്മുടെ അകത്തിപ്പൂവ്, ഇതാ കാന്താരി പറിക്കാതെ പഴുത്തുപോയി. വേറൊരു ടൈപ്പ് മുളക്. ഭയങ്കര ചൂടാണ്. ഇവിടെ കയറി വന്ന് നനയ്ക്ക് അത്യാവശ്യം അല്പം പുല്ലൊക്കെ എടുത്ത് മാറ്റുമ്പോഴേക്കും തന്നെ ഒരുപാട് ചൂടും ക്ഷീണമൊക്കെ ആവും. അപ്പോൾ നമ്മളങ്ങ് ഇറങ്ങിപ്പോവും. അതാണ് നമ്മുടെ തക്കാളി. ഇനിയിപ്പം ആദ്യത്തെ തക്കാളിയിൽ ഇത്രയും തക്കാളികളും കൂടെയാണ് ഇനിയുള്ളത്. ഇനി പുതിയ തക്കാളി തൈകളൊക്കെ വെച്ചാലേ ഉള്ളൂ ഇനി ഇതിൽ കാ പിടിക്കുന്നത്. പിടിക്കാനുള്ള സാധ്യതയില്ല. ഈ തക്കാളിയിൽ 2 കൂടെ ഇനി ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ട്, പക്ഷെ അതൊന്നും കിട്ടില്ല. ഇത് പുതിയ മുളക് തൈകളാണ്. ഇത് കൂവയാണ്. കൂവക്കിഴങ്ങുണ്ടാകുന്ന സമയത്ത് ഞാനത് എടുത്ത് പൊടി ഉണ്ടാക്കി വെക്കാറുണ്ട്. ആൾ നനച്ചുകൊണ്ടിരിക്കുകയാണ്. നാറ്റാണെന്ന് പറയാം. മീനിൻ്റെ വേസ്റ്റ് ഒഴിച്ച് വെച്ചിട്ട് അല്പം ബാഡ് സ്മെല്ലുണ്ട്. പക്ഷെ കുഴപ്പമില്ല. നമ്മളിപ്പോൾ അതെപ്പോഴും ശ്വസിക്കുന്നൊന്നുമില്ലല്ലോ, മുകളിലായതുകൊണ്ട് ആർക്കും ഡിസ്റ്റർബൻസും ഇല്ല. പക്ഷെ അങ്ങനെയൊക്കെ വളം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് നല്ല ഓർഗാനിക് പച്ചക്കറികൾ കിട്ടുന്നത്. നമ്മുടെ വേസ്റ്റ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ അങ്ങനെ പോകുന്നതുകൊണ്ട് ഞങ്ങളുടെ വേസ്റ്റ് കൊണ്ട് വേറെ ആരും ബുദ്ധിമുട്ടുന്നില്ല. നമ്മുടെ പച്ചക്കറി വേസ്റ്റും മീനിൻ്റെ വേസ്റ്റ് എല്ലാം നമ്മൾ വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാ കണ്ടു, വേറെ അമര മുളക്, പിന്നെ അത്യാവശ്യം കോവൽ, കറിവേപ്പ്, പിന്നെ നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത സ്ട്രോബെറി തൈ, പുതിയൊരമര, കുമ്പളം. നമ്മളിപ്പോൾ ഇട്ടയിൽ കുമ്പളം ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം അത് തൈയാണ്, കായ്ച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ എങ്ങനെയൊന്ന് ബലപ്പെടുത്തി കെട്ടി വെച്ചിട്ടുണ്ട് 2 പ്ലാന്റുകളിൽ നിന്നും കൂടെ ഉള്ളതിന്. അല്ലാതെ നമുക്കിപ്പോൾ ഇവിടെ
കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പൊട്ടിയൊക്കെ വീഴുന്നത് കൊണ്ട് തന്നെ ഇതിനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഒരാഴ്ച മുമ്പ് ഞാൻ പുല്ല് പറിച്ചതാണ്. ഇതിൽ നിന്ന് പറ്റാവുന്ന രീതിയിൽ അത് വീണ്ടും ഒരു ചട്ടി നിറയെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പച്ചക്കറികളുടെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പിയായും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.